മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ നമ്മുടെ വെസൽ ടീമിലെ ആര്യനും അനീഷും തമ്മിലുള്ള ഒരു ഫൈറ്റാണ്. ഈ വീക്കിലെ വെസൽ ടീമിലുള്ള അംഗങ്ങളാണ് മസ്താനി, ആര്യൻ, ആദില, അനീഷ്. ഇവരെക്കുറിച്ചെല്ലാം അനീഷിനൊരു കംപ്ലൈൻ്റ് ഉണ്ട്. അത് നമ്മുടെ ക്യാപ്റ്റനായ ശരത്തിനോട് പറയുന്നുണ്ട്. ആ ഒരു കോൺവെർസേഷനാണ് പിന്നീട് വഴക്കിലേക്ക് എത്തുന്നത്. അനീഷ് പറയുന്നത്, ഈ ദിവസം ഞാൻ രാവിലെയാണ് പാത്രം കഴുകുന്നതെങ്കിൽ നെക്സ്റ്റ് ഡേ ഉച്ചയ്ക്കായിരിക്കും, അതിൻ്റെ നെക്സ്റ്റ് ഡേ രാത്രി. അങ്ങനെ ആകുമ്പോൾ ഇന്ന് ഞാൻ പാത്രം കഴുകേണ്ടത് രാത്രിയാണ്, ഉച്ചയ്ക്കല്ല. ഉച്ചയ്ക്ക് ഞാൻ പാത്രം കഴുകില്ല. പിന്നെ നമുക്കറിയാം അനീഷ് എന്ന് പറയുന്നത് ഒരു റോബോട്ടിക് പോലെയാണ്. എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ആ പറഞ്ഞതിന് 100% നീതി പുലർത്തുന്നൊരു വ്യക്തിയാണ്. അതിൽ നിന്നും ബിഗ് ബോസ് പറഞ്ഞാൽ പോലും പുള്ളിക്കാരൻ വ്യതിചലിക്കില്ല. അതുകൊണ്ട് തന്നെ പുള്ളി ഇന്ന് രാത്രിയാണ് പാത്രം കഴുകേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ ചെയ്യുകയുള്ളൂ. ഉച്ചയ്ക്ക് കഴുകാൻ പറഞ്ഞാൽ കഴുകില്ല. അനീഷ് ആ ഒരു കംപ്ലൈൻറ്റ് ക്യാപ്റ്റനായ ശരത്തിനോട് പറയുന്നു. കൂടാതെ അനീഷ് പാത്രം കഴുകുന്ന സമയത്ത്, അതിപ്പോൾ ഉച്ചയ്ക്കാണെങ്കിലും രാവിലെ ആണെങ്കിലും രാത്രിയാണെങ്കിലും, ബാക്കി രണ്ടുപേരും ആര്യനും ആദിലയൊക്കെ പാത്രം കഴുകാതെ ഒളിപ്പിച്ച് വെച്ചതിന് ശേഷം അനീഷ് കഴുകുന്ന സമയത്ത് ആ സിങ്കിൽ കൊണ്ടിടും. അനീഷ് കഴുകുന്ന സമയത്ത് ഒരുപാട് പാത്രങ്ങളുണ്ടാകും. ഒരു സമയം തന്നെ 200ഓളം പാത്രങ്ങളാണ് അനീഷ് കഴുകുന്നത് എന്നാണ് അനീഷ് വാദിക്കുന്നത്. ഇത്രയും പാത്രങ്ങൾ എവിടുന്ന് വരുന്നു എന്ന് പോലും എനിക്കറിയില്ല. ആര്യൻ പാത്രം കഴുകാറില്ല. ആര്യനെ ഹെൽപ്പ് ചെയ്യുന്നത് ജിസേലാണ്. വേറൊരു ടീമിലുള്ള വ്യക്തി അല്ലെങ്കിൽ വേറൊരു സെക്ഷനിലുള്ള വ്യക്തി നമ്മുടെ വെസൽ ടീമിലേക്ക് എന്തിനാണ് വരുന്നത്? ആര്യന് കഴുകാൻ കഴിയത്തില്ല, ആര്യൻ ഒരു ജോലിയും ചെയ്യുന്നില്ലെന്നൊക്കെ അനീഷ് പറയുന്നു. അപ്പോൾ ആര്യം പറയുന്നത്, അതിനിപ്പോൾ തനിക്കെന്താ, അവൾ എൻ്റെ ഫ്രണ്ടാണ്, അതുകൊണ്ടാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അനീഷിനെ ആരും ഹെൽപ്പ് ചെയ്യാൻ വരാറില്ലേ? കഴിഞ്ഞ ദിവസം രാത്രി നെവീൻ ഹെൽപ്പ് വേണമെന്ന് അനീഷേട്ടനോട് ചോദിച്ചിരുന്നു. അപ്പോൾ അനീഷേട്ടൻ തന്നെയല്ലേ വേണ്ട എന്ന് പറഞ്ഞത്? അതിന് അനീഷ് പറയുന്നത്, ഞാൻ എൻ്റെ പാത്രങ്ങളുടെ 75% കഴുകി കഴിഞ്ഞിരുന്നു ആ സമയത്ത്, നെവീൻ ഹെൽപ്പ് ചോദിച്ച സമയത്ത്. ബാക്കി 25% കഴുകാൻ വേണ്ടി അവൻ ഹെൽപ്പ് ചെയ്തിട്ട് ആ ക്രെഡിറ്റ് അവൻ എടുത്തുകൊണ്ട് പോകാനാണോ? അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യാൻ എനിക്കറിയാം. എനിക്കതിൻ്റെ ആരുടെയും ഹെൽപ്പ് വേണ്ട. ഞാൻ പറയുന്നത്, ഇന്ന് ഞാൻ രാത്രിയിലാണ് പാത്രം കഴുകേണ്ടത്, ഉച്ചയ്ക്ക് ഞാൻ കഴുകില്ല. എനിക്ക് തരുന്ന ഡ്യൂട്ടികളെല്ലാം ഞാൻ കറക്റ്റായിട്ട് കഴുകുന്നുണ്ട്. നല്ല വൃത്തിക്കാണ് ഞാൻ പാത്രങ്ങൾ കഴുകി വെക്കുന്നത്. ഇവിടെ ഏറ്റവും നന്നായി ജോലികൾ ചെയ്യുന്നത് ഞാനാണെന്ന് പറഞ്ഞ് അനീഷ് വാദിക്കുകയാണ്. മസ്താനി ഉടനെ പറയുന്നത്, അത് നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയോ? താൻ മാത്രം പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകുന്നത്? താനാണ് പാത്രമെല്ലാം നന്നായിട്ട് കഴുകുന്നത്, താൻ മാത്രമാണ് ജോലി ചെയ്യുന്നതെന്നൊക്കെ താൻ പറഞ്ഞിട്ട് എന്താ കാര്യം? അത് മറ്റുള്ളവരും കൂടി പറയണമെന്ന് പറയുന്നു. ഈ പരാതികളെല്ലാം കേട്ടതിന് ശേഷം അവസാനം ശരത്ത് ഒരു സൊല്യൂഷൻ പറയുകയാണ്. ഇനി മുതൽ ഒരാൾ രാവിലെ, ഒരാൾ രാത്രി, ഒരാൾ ഉച്ചയ്ക്ക് അങ്ങനെ കഴുകണ്ട. അപ്പോഴാണല്ലോ പാത്രം ഒളിപ്പിച്ച് വെക്കുന്നതും മറ്റൊരാൾ കഴുകുന്ന സമയത്ത് അതുകൊണ്ട് സിങ്കിലിടുന്നതൊക്കെ. നിങ്ങൾ ഒരുമിച്ച് കഴുകിയാൽ മതി. എല്ലാ ടൈമിലും നിങ്ങൾ 4 പേരും ഒരുമിച്ച് തന്നെ പാത്രം കഴുകുക. ഒരാൾ സോപ്പിടുമ്പോൾ ഒരാൾ കഴുകണം, മറ്റേ ആൾ തുണി വെച്ച് അത് തുടയ്ക്കണം, അടുത്തയാൾ പാത്രം അടുക്കി വെക്കണം. അങ്ങനെ പാത്രത്തിൽ സോപ്പിടുന്ന ആളുടെ കൈ കഴിക്കുമ്പം അടുത്ത ആൾക്ക് കൊടുക്കണം. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഒരു ടൈമിൽ തന്നെ 4 പേരും വെസൽ ചെയ്യുമെന്ന് പറയുന്നു. ആദ്യമൊന്നും അനീഷ് ഈ തീരുമാനത്തോട് യോജിക്കുന്നില്ലെങ്കിലും അവസാനം ക്യാപ്റ്റൻ്റെ തീരുമാനത്തോട് ഞാൻ റെസ്പെക്റ്റ് കാണിക്കുന്നു എന്ന് പറഞ്ഞ് അനീഷ് അതിന് സമ്മതം മൂളുകയാണ്. അങ്ങനെ വെസൽ ടീമിലെ ആ ഒരു പ്രശ്നം ഇവിടെ തീർന്നിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായി വീണ്ടും വരാം.